നമസ്കാരം. KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനിശ്ചിതകാല പണിമുടക്കിന് തയ്യാറായി സ്വകാര്യ ബസ് മുതലാളിമാർ. ഒക്ടോബർ 28 മുതൽ കാസർഗോഡ് തലപ്പാടി റൂട്ടിൽ അനിശ്ചിതകാല പണിമുടക്ക്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണവുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന് സമാപനമായി. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF. ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി. മിനിമം കൂലിക്കായി തോട്ടം തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. ടി ഉബൈദ് ഉയർത്തിപ്പിടിച്ച ബഹുസ്വരതയുടെ മൂല്യം തിരിച്ചുപിടിക്കണമെന്ന് പ്രൊഫസർ MA റഹ്മാൻ. ഉബൈദിന്റെ കൃതികൾ വിപണിയിൽ ലഭ്യമാക്കണമെന്നും റഹ്മാൻ മാസ്റ്റർ. അധികമായി ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന് ബീഡി തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം താലൂക്കിലും കാസർഗോഡ് തലപ്പാടി റൂട്ടിലും സ്വകാര്യ ബസ് സമരം പൂർണ്ണം. തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഒക്ടോബർ 28 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് തലപ്പാടി റൂട്ടിലും മഞ്ചേശ്വരം താലൂക്കിലും സ്വകാര്യ ബസ് സമരം പൂർണ്ണം. KSRTC ബസ്സുകൾ ഏറെയുള്ള കാസർഗോഡ് തലപ്പാടി റൂട്ടിൽ സമരം കാര്യമായി ബാധിച്ചെങ്കിലും മഞ്ചേശ്വരം താലൂക്കിൽ യാത്രാ സൗകര്യം ഇല്ലാതെ യാത്രക്കാർ വലഞ്ഞു. മഞ്ചേശ്വരം താലൂക്കിലെ മഞ്ചേശ്വരം, മംഗൽപാടി, കുമ്പള, മീഞ്ച, വൊർക്കാടി, പൈവളികെ, പുത്തികെ, എൻമകജെ പഞ്ചായത്തുകളിൽ ബസ് സമരം പൂർണ്ണമാണ്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കമുള്ള നിരവധി യാത്രക്കാർ യഥാസമയത്ത് എത്താൻ കഴിയാതെ വിഷമിച്ചു. ഉൾനാടൻ പ്രദേശത്തുള്ളവരെയാണ് സമരം പ്രതികൂലമായി ബാധിച്ചത്. ഒക്ടോബർ 28 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10ാം കാസർഗോഡ് മേഖലാ സമ്മേളനം സമാപിച്ചു. ഹൊസങ്കടിയിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10ാം കാസർഗോഡ് മേഖലാ സമ്മേളനം തിങ്കളാഴ്ച ഹൊസങ്കടി ഗേറ്റ് വേ ഇൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് നടത്തുന്ന സേവനങ്ങൾ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു അത്യാവശ്യ ഘടകം, അതായത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവിതോപാധികൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുപുറങ്ങളിലേക്കടക്കം ഇന്ന് കേബിൾ TVയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സേവനവും ലഭ്യമല്ലാത്ത പ്രദേശങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഉൾനാടൻ മേഖലയിലേക്ക് അടക്കം കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ മുഴുവൻ ആളുകളിലേക്കും കേബിൾ TVയുടെ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവിധ ചാനലുകളും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി ചെയ്യുന്ന ഒരു സംഘടനയുടെ അല്ലെങ്കിൽ അത്തരം മഹത്തായ സേവനം ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ. COA ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ കേബിൾ ടിവിയെ പറ്റി പറയുമ്പോൾ അത് സിൽവർ ജൂബിലി കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1990 ആരംഭിച്ച കേബിൾ TV 2015 ആകുമ്പോൾ സിൽവർ ജൂബിലി കാലം ഇതിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിൽവർ ജൂബിലിയുടെ 20 വർഷക്കാലമായി COA എന്ന് പറഞ്ഞ പ്രസ്ഥാനം സംസ്ഥാന തലത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുവരെ അത് പ്രവർത്തിച്ചിട്ടുള്ളതും ഇനിയും അത് പ്രവർത്തനമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വളരെ സുദീർഘമായ ഒരു സംവിധാനമാണ്, ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. സംസ്ഥാന ട്രഷറർ രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി സതീഷ് K പാക്കം, CCN വൈസ് ചെയർമാൻ K പ്രദീപ് കുമാർ, VV മനോജ് കുമാർ, ഹരികാന്ത് K എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ ഉദ്ഘാടനം ചെയ്തു. K ഹരികാന്ത് അധ്യക്ഷത വഹിച്ചു. സംഘടനാ റിപ്പോർട്ട് മനോജ് കുമാർ VV അവതരിപ്പിച്ചു. സംസ്ഥാന സംഘടനാ റിപ്പോർട്ട് K രാധാകൃഷ്ണനും ജില്ലാ റിപ്പോർട്ട് ലോഹിതാക്ഷനും മേഖലാ റിപ്പോർട്ട് പ്രവീൺ കുമാറും അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇടതുമുന്നണി. CPM 12ഉം CPI 3ലും INL 2ലും ഒരു സീറ്റിൽ സ്വതന്ത്രയും ജനവിധി തേടും. ചിറ്റാരിക്കൽ വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 12 സീറ്റിൽ CPMഉം 3 സീറ്റിൽ CPIയും 2ൽ INLും മത്സരിക്കും. ചിറ്റാരിക്കൽ വാർഡിൽ സ്വതന്ത്രയെ പിന്തുണയ്ക്കും.
ബേഡകം, വോർക്കാടി, എടനീർ ഡിവിഷനുകളിലാണ് CPI മത്സരിക്കുന്നത്. ഉദുമയും സിവിൽ സ്റ്റേഷനുമാണ് INL മത്സരിക്കുന്ന മണ്ഡലങ്ങൾ. പുത്തികെ, ദേലമ്പാടി, കള്ളാർ, കരിന്തളം, പിരിക്കോട്, ചെറുവത്തൂർ, മടിക്കൈ, ചെങ്കള, പെരിയ, കുമ്പള, മഞ്ചേശ്വരം എന്നീ വാർഡുകളിലാണ് CPM മത്സരിക്കുന്നത്. INL കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. സീറ്റുകൾ പരസ്പരം വെച്ചുമാറുന്നത് സംബന്ധിച്ച് CPMഉം CPIയും ധാരണയായി. ബേഡകം, എടനീർ, മഞ്ചേശ്വരം സീറ്റുകളിലാണ് CPI മത്സരിച്ചുകൊണ്ടിരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VPP മുസ്തഫ പെരിയയിൽ മത്സരിക്കും. ചിറ്റാരിക്കാലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷേർലി സെബാസ്റ്റ്യനെ പിന്തുണയ്ക്കും. ഏറെ അനുഭവ സമ്പത്തുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. മിനിമം കൂലി 500 രൂപയായി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. തോട്ടം തൊഴിലാളികളുടെ മിനിമം കൂലി 500 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതലാണ് BC റോഡ് ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. ഇതേ തുടർന്ന് ഉച്ചവരെ ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങി. INTUC, CITU, AITUC, HMS, BMS പ്രവർത്തകർ സംയുക്തമായാണ് സമരം നടത്തിയത്. P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആ 15,000 രൂപ കൂലി ലഭിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റ് നിരവധി ആവശ്യമുണ്ട്. 20ഓളം വരുന്ന ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മുതലാളിമാരുടെ വാശ പിടിക്കുന്നത് ഇപ്പം നിലവിൽ കൊടുക്കുന്ന കൂലിയേക്കാളും 5 രൂപ മാത്രമേ കൊടുക്കൂ എന്നാണ് ആദ്യം പറഞ്ഞത്. അത് 10ആയി 15ആയി അങ്ങനെ കൂടുകയാണ്. എന്നാലും 500 രൂപയിലേക്ക് എത്താൻ മുതലാളിമാർ തയ്യാറാകുന്നില്ല. മുതലാളിമാർ പറയുന്നത് തേയില തോട്ടം നഷ്ടത്തിലാണ് എന്നാണ്. തേയില തോട്ടമല്ല ഇവിടെ പ്രശ്നം. തേയില എന്ന് പറയുന്നത് നഷ്ടത്തിലല്ല. ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. E. ചന്ദ്രശേഖരൻ MLA, U. തമ്പാൻ നായർ, BV കൃഷ്ണൻ, T. കൃഷ്ണൻ, PP സുന്ദരൻ, KS കുര്യാക്കോസ്, PG മോഹനൻ, BC കുമാരൻ, M. ജോയ് എന്നിവർ സംസാരിച്ചു. T. ഉബൈദ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കാസർഗോഡ് സാഹിത്യവേദിയാണ് പരിപാടിയുടെ സംഘാടകർ. പ്രൊഫസർ MA റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാസർഗോഡ് സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ T. ഉബൈദ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ MA റഹ്മാൻ T. ഉബൈദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരേ സ്വരം മാത്രം കേട്ടാൽ മതിയെന്ന നിർബന്ധ ബുദ്ധി അടിച്ചേൽപ്പിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ കവി T. ഉബൈദ് ഉയർത്തിപ്പിടിച്ച ബഹുസ്വരതയുടെ മൂല്യം തിരിച്ചുപിടിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് MA റഹ്മാൻ പറഞ്ഞു. ഉബൈദ് സാഹിബിനെ കുറിച്ചും ഒരുപാട് തവണ എഴുതിയിട്ടുള്ളതാണ്. ഒരുപാട് കാസർഗോട്ടെ അനുസ്മരണങ്ങളിൽ പങ്കാളിയാവാത്ത അവസ്ഥയിൽ റഹ്മാനും ആ റഹ്മാനും എല്ലാം കുറ്റവാളി എന്ന് കരുതിയാൽ മതി. അതിൽ ഞാൻ കുറ്റവാളി അല്ല എന്ന് പറയാമെന്ന് ഞാൻ തയ്യാറില്ല. പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം, ഉബൈദ് സാഹിബിനെ പോലുള്ള ഒരു എഴുത്തുകാരന് ഇങ്ങനെ ഒന്നും കിട്ടിയാൽ പോരാ എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ചെറിയ എഴുത്തുകാരനാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് വെറും ഒക്ടോബർ 2 ഓർമ്മയിൽ മാത്രമായി നിൽക്കുന്ന ഉബൈദ് സാഹിബ് അല്ല എൻ്റെ മനസ്സിലുള്ളത്. ഞാനും അതിന് ഉത്തരവാദിയാവാം. ഞാനും ആത്മവിചാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ ഉബൈദിന്റെ കവിതാലോകം എന്ന പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ളയ്ക്ക് നൽകി. MA റഹ്മാൻ പ്രകാശനം ചെയ്തു. പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകം പരിചയപ്പെടുത്തി. നാരായണൻ പെരിയ, PS ഹമീദ്, TA ഷാഫി, വിനോദ് കുമാർ പെരുമ്പള, മുഹമ്മദ് അലി ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ബീഡി വ്യവസായത്തെ തകർക്കരുതെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നിരവധി പേർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജനറൽ സെക്രട്ടറി P. രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ വ്യവസായത്തെ ഇംഗ്ലീഷ് മീഡിയം മാത്രമല്ല എല്ലാ വ്യവസായത്തെയും
തകർക്കാനുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. പറഞ്ഞില്ലേ, ഇവിടെ കർണാടകത്തിൽ നിന്ന് ചെറിയൊരു ബീഡി കമ്പനിക്കാരിവിടെ വരുന്നുണ്ട്. അവർ വന്ന് ബീഡി ഉൽപ്പാദിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ ചെക്ക് ബോക്സിലേക്ക് എത്തുമ്പോഴേക്കും എന്തേ സെൻറ്റെക്സ് ഇറക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുകയാണ്. പിന്നെ ആരെങ്കിലും ഇവിടെ വരുമോ? അതുകൊണ്ടാണ് മുതലാളിമാരുടെ സംഘടന കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവരും കൂടി ആവശ്യമാണ്. അവരുടെ മേലെയാണ് നികുതി ചുമത്തിയത്. അപ്പോൾ തൊഴിൽ മേഖല പൂർണ്ണമായി തകർക്കുക, തോട്ട മേഖലയെ തൊഴിലാളികൾ അവിടെ സമരം നടത്തുക, അവരുടെ കൂലിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണത്. അവർ റോഡ് തടയുന്നു. ഈ നട്ടുച്ച നേരത്തെ വെയിലിൽ പോലും കുഞ്ഞുങ്ങളുമെല്ലാം വീട്ടിലുണ്ടാകും. അവരെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ സാധിക്കാതെ കൊണ്ടോ ആ സ്ത്രീ തൊഴിലാളികൾ വന്ന് റോഡിൽ കുത്തിയിരുന്ന് വെയിൽ കൊണ്ട് മേലെ അടിയിൽ താറും മേലെ വെയിലും. എന്തൊരു കഷ്ടമാണ്. ഗവൺമെൻറ്റിന് ഇതിനൊന്നും സമയമില്ല. മുതലാളിമാരെ സഹായിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യും. ബീഡി വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അധികമായി ചുമത്തിയ നികുതികൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. വിദ്യാനഗർ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. സമരങ്ങളുടെ വേലിയേറ്റത്തിൽ മുങ്ങി കളക്ടറേറ്റും പരിസരവും. യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ. തിങ്കളാഴ്ച നടന്ന 2 സമരങ്ങളും ഉച്ചവരെ നീണ്ടു. ബീഡി തൊഴിലാളികളുടെയും തോട്ടം തൊഴിലാളികളുടെയും വഴിതടയൽ സമരം മൂലം ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. തലപ്പാടി കാസർഗോഡ് റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കും നടക്കുന്നതിനാൽ ജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിയെന്ന് തന്നെ വേണം പറയാൻ. രോഗികളെയും കൊണ്ട് മംഗലാപുരത്തേക്ക് പോകുന്ന ആംബുലൻസുകൾ മറ്റു വഴികൾ കണ്ടെത്തി. തോട്ടം തൊഴിലാളികൾ നടത്തി വന്ന സമരം 10 ദിവസം കടന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂല നിലപാടും ഇല്ലാത്തതുകൊണ്ടാണ് വഴിതടയൽ അടക്കമുള്ള സമരപരിപാടികളുമായി തൊഴിലാളികൾ മുന്നോട്ട് വന്നത്. ബീഡി വ്യവസായത്തിന്മേൽ നടപ്പിലാക്കിയ അധിക നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബീഡി തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അനുദിനം സമരങ്ങൾ നടക്കാറുണ്ടെങ്കിലും വഴിതടയൽ അടക്കമുള്ള സമരമുറകൾ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം സമരമുറകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ 20ാം വാർഷിക സംഗമം സമാപിച്ചു. ഇ.ടി. മുഹമ്മദ് ബഷീർ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഭീകരതയെ ന്യായീകരിക്കരുതെന്ന് സംഗമം ആവശ്യപ്പെട്ടു. ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ 20ാം വാർഷിക സംഗമം സമാപിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീർ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏത് തെറ്റും കൊടുക്കാൻ കഴിയുന്നവരാണ് അല്ലാഹു തആല. ഖുർആനിൽ ഒരിടത്തല്ല പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞ സംഗതിയാണ് അല്ലാഹു തആല ഈ കാര്യം കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ ഒരു പ്രാവശ്യം കണ്ണോടിച്ചു പോകുന്നതോടുകൂടി മനസ്സിലാവും എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞു വരുന്നതൊക്കെ ഷിർക്കിന്റെ അപകടത്തെക്കുറിച്ചാണ്. അങ്ങനത്തെ ഒരു അപകടത്തെക്കുറിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിന് കടുക്കണ്ട, അടുത്താൽ മരിച്ചു ചെന്നാൽ നരകം ഉറപ്പായ സംഗതിയാണെന്ന നിലയിൽ ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യത്തെ ലളിതവൽക്കരിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ നീക്കങ്ങൾ നടത്തുന്നു. പ്രൊഫസർ യഹ്യ ഖാൻ മദനി അധ്യക്ഷത വഹിച്ചു. ആഗോള ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വിശുദ്ധ ഖുർആന്റെ സംയമന നിലപാട് ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. ഏത് വിഷയമായാലും സഹിഷ്ണുതാപരമായ സമീപനമാണ് ഖുർആൻ പുലർത്തുന്നത്. തീവ്രവും വൈകാരികവുമായ ശൈലിയെ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നില്ല. M. സലാഹുദ്ദീൻ മദനി, കളക്ടർ PS മുഹമ്മദ് സക്കീർ, T. അബ്ദുള്ള, MC ഖമറുദ്ദീൻ, K. ശ്രീകാന്ത്, MP രാപ്പു അൻസാരി, റൌഫ് മദനി എന്നിവർ പ്രസംഗിച്ചു. NA നെല്ലിക്കുന്ന് MLA സുവനീർ പ്രകാശനം ചെയ്തു. PB അബ്ദുൾ റസാഖ് MLA റാങ്ക് ജേതാക്കൾക്ക് അവാർഡ് വിതരണം ചെയ്തു. ശ്വാസകോശ രോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. മിഡ് പൾമോകോൺ 2015 എന്ന പേരിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. ശ്വാസകോശ രോഗ വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് CPCRI പ്ലാറ്റിനം ജൂബിലി ഹാളിൽ സമാപിച്ചു. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട്. അത് ചികിത്സാ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും ഒക്കെ കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് കിട്ടുന്ന പരിഗണന ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എങ്കിലും ഈ ആദിത്യ മര്യാദയുടെ കാര്യത്തിൽ ഞങ്ങൾ മറ്റ് ജില്ലക്കാരെക്കാൾ മുമ്പന്തിയിലാണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെയും തിരിച്ചിട്ട് അതിന് ഡോക്ടർ സത്താറിനെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ചെയ്യുന്നു. ഡോക്ടർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമുള്ള ശ്വാസകോശവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ഷയരോഗം മുതൽ ഉറക്കരോഗം വരെ സമ്മേളനത്തിൽ സെമിനാർ ചർച്ച ചെയ്തു.
ഡോക്ടർ എ അബ്ദുൾ സത്താർ, ഡോക്ടർ നാരായണ പ്രദീപ്, ഡോക്ടർ ഷാജഹാൻ, ഡോക്ടർ രവീന്ദ്രൻ കോഴിക്കോട്, ഡോക്ടർ പി രവീന്ദ്രൻ, ഡോക്ടർ ചിത്തരഞ്ജൻ എന്നിവർ സംസാരിച്ചു. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചു. SNDP യോഗം കാസർഗോഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. രാവിലെ 10 മുതൽ 1 മണി വരെയാണ് കോച്ചിംഗ് ക്ലാസ്. SNDP യോഗം കാസർഗോഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചു. SNDP യോഗം ഡയറക്ടർ PK വിജയൻ കോച്ചിംഗ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മളെ പറ്റി നമ്മളുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് IASന്റെ ക്വാളിഫിക്കേഷൻ BA BSc ഒരു ഗ്രാജുവേഷനൊക്കെ വേണം. ഒരു ക്ലർക്ക് ഗവൺമെൻറ് ഓഫീസിൽ ഒരു ക്ലർക്കും എന്താ യോഗ്യത അതില്ല. അപ്പോൾ ധാരാളം കഴിവുള്ള ആളുകളുണ്ട്, അവർക്ക് ഒരു ദിശാബോധമില്ലാതെ അതിന് കൃത്യമായ ട്രെയിനിങ്ങും. കാരണം IAS ഒക്കെ ഒരു ദിവസം രാവിലെ പോയിട്ടൊന്നും IAS എഴുതാൻ പറ്റും. രാജനാരായണ സ്വാമിയെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു രാജനാരായണൻ. അതുപോലെ തന്നെ അയാളൊക്കെ തന്നെ അത്ര ബ്രില്യൻ്റാണ്. എല്ലാം എവിടെയൊക്കെ പിടിച്ചിരിക്കുന്നു അവിടെയൊക്കെ ഇറങ്ങും. അങ്ങനെ എല്ലാവരും ആവണമെന്നില്ല. അല്ലാത്തവർക്ക് നല്ലൊരു കോച്ചിങ് കിട്ടുകയാണെങ്കിൽ, അത് ദീർഘകാലാടിസ്ഥാനത്തിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും IAS അല്ല ഇതിലേക്കൊക്കെ നമുക്കൊന്നും അതൊന്നും കഴിഞ്ഞ് ചിന്തിക്കാനും പറ്റില്ല. അന്നത്തെ കാലത്ത് അത്ര സൗകര്യമുള്ളൂ. എഞ്ചിനീയർ കോളേജ് ഞാൻ പഠിക്കുന്നാലും കേരളത്തിൽ 2-3 ഉള്ളൂ. ഇന്നത്തെ 2 നിങ്ങൾക്ക് അറിയാമോ? യൂണിയൻ വൈസ് പ്രസിഡന്റ് AT വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഓഫീസിലാണ് കോച്ചിംഗ് നടക്കുന്നത്. യൂണിയൻ സെക്രട്ടറി ഗണേഷ് പാറക്കട്ട, കൗൺസിലർ വെള്ളുങ്ങ മാസ്റ്റർ, മോഹനൻ മീപ്പുഗിരി, രാമൻ ഉദയഗിരി, നിർമ്മല നാരമ്പാടി, അനൂപ് എന്നിവർ സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ് നടക്കുക. ദേശീയപാതയോരത്ത് മരം വീണ് തകർന്ന വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കാൻ നടപടിയായില്ല. വെളിച്ചമില്ലാതെ 10ഓളം കുടുംബങ്ങൾ. ദേശീയപാതയോരത്തെ അപകട മേഖലയിൽ തകർന്നു വീണ വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കാൻ നടപടി വൈകുന്നു. ഇരുട്ടിലായത് പുല്ലൂർ പാലത്തിനും വിഷ്ണുമംഗലത്തിനും ഇടയിൽ 10ഓളം കുടുംബങ്ങൾ. വ്യാഴാഴ്ച രാവിലെയാണ് മരം പൊട്ടി വീണ് വൈദ്യുതി തൂൺ ഒടിഞ്ഞു തൂങ്ങിയത്. എന്നാൽ നാട്ടുകാരുടെ സഹായത്തോടെ മരങ്ങൾ നീക്കി തിരിച്ചുപോയ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് ഈ വഴി വന്നില്ലെന്നാണ് പരാതി. പ്രദേശവാസികൾ നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും വൈദ്യുതി പോസ്റ്റ് എത്തിയില്ലെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി. മരം വീണതിനെ തുടർന്ന് തൂങ്ങി നിൽക്കുന്ന വൈദ്യുതി തൂൺ അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. അടിയിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഇവ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വൈദ്യുതിയില്ലാത്തതിനാൽ നേരിടുന്ന പ്രയാസങ്ങൾ ഒരു വീട്ടമ്മ പങ്കുവച്ചു. KSEB പ്രശ്നത്തെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് പരിസരവാസിയായ വീട്ടമ്മ പരാതിപ്പെട്ടു. 3 ദിവസമായി. വ്യാഴാഴ്ച 11 മണിക്ക് പോയത്. ഇത്രവരെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും നോക്കില്ല. കറണ്ട് പൈസ ഒരു ദിവസം അടക്കാൻ വൈകിയാൽ ഒന്നിക്ക് പിഴ അടിക്കണം, അല്ലെങ്കിൽ പീസ് കൊണ്ടുപോകും. അപ്പോൾ ഈ സമയത്ത് ആരും കാണുന്നില്ല ഇങ്ങോട്ടേക്ക്. കറണ്ടില്ലാത്തതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ പോലെ അല്ലല്ലോ. ഭക്ഷണത്തിന് കറണ്ട് വേണം എന്തായാലും. അതെനിക്ക് കുട്ടികൾ ഉറങ്ങാനും കറണ്ട് വേണം. രാത്രിക്കൊന്നും സന്ധ്യയായി കഴിഞ്ഞാൽ കുട്ടികൾ ഉറങ്ങുന്നില്ല കർശനമല്ല. വെളിച്ചമില്ലാതെ 3 ദിവസം പിന്നിടുമ്പോഴും വൈദ്യുതി തൂൺ എത്തിക്കാനുള്ള നടപടിയും ആയിട്ടില്ല. നിയമങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്നും അധികൃതർ മാറി നിൽക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് ഉപഭോക്താക്കളാണ്. സേവനങ്ങൾക്ക് കൃത്യമായ പണം ഈടാക്കുമ്പോൾ അവ ഉറപ്പുവരുത്താനും അധികൃതർക്ക് ബാധ്യതയുണ്ട്. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള കടവുകളിൽ മൺസൂൺ കാലത്ത് ഏർപ്പെടുത്തിയ മണൽവാരൽ നിരോധനം നീക്കിയില്ല. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന 100 കണക്കിന് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിൽ. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ കച്ചേരി, ആനച്ചാൽ, കോട്ടപ്പുറം, കാര്യങ്കോട്, ചെറുവത്തൂർ പഞ്ചായത്തിലെ മയിച്ച, കയ്യൂർ ചിമനി പഞ്ചായത്തിലെ പൊതാവൂർ, പുലിയന്നൂർ തുടങ്ങിയ കടവുകളിലെ 100 കണക്കിന് പൂഴിത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. മൺസൂൺ കാലമായതിനാൽ മണലെടുപ്പ് പാടില്ലെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ കടവുകളിൽ മണലെടുപ്പ് താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 2 മാസം മാത്രമാണ് നിയന്ത്രണമുണ്ടാവുക. എന്നാൽ ഇപ്പോൾ 4 മാസം പിന്നിട്ടിട്ടും നിരോധനം നീക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ആവശ്യത്തിന് പൂഴി ലഭിക്കാത്തതിനെ തുടർന്ന് നിർമ്മാണ മേഖലയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അംഗീകൃത കടവുകളുടെ പ്രവർത്തനം നിലച്ചതോടെ അനധികൃത കടവുകളിൽ നിന്നും വ്യാപകമായി പൂഴി കടത്തൽ ആരംഭിച്ചിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വൻ തുക ഈടാക്കിയാണ് ഇവർ പൂഴി എത്തിച്ചു നൽകുന്നത്. നിരോധനത്തെ തുടർന്ന് ഈ മണൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരും ആശങ്കയിലാണ്. നിരോധനം തുടരുകയാണെങ്കിൽ ഇവരും കരിഞ്ചന്തയെ ആശ്രയിക്കാൻ നിർബന്ധിക്കപ്പെടും. മണൽവാരൽ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ 2 ആഴ്ച മുമ്പ് നീലേശ്വരത്ത് പട്ടിണി മാർച്ച് നടത്തിയിരുന്നു. തുടർന്ന് പ്രശ്നപരിഹാരമില്ലാത്തതിനാൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് തീരുമാനം. ഈ പൂഴിക്കടവിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 5000-ൽ പരം തൊഴിലാളികളും അതിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ പണിയെടുക്കുന്ന ഏതാണ്ട് 15000-ഓളം തൊഴിലാളികളുമുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഈ മൺസൂൺ കാലത്തിൽ 2 മാസത്തെ ഇളവ് സർക്കാർ നിർത്തിവെക്കലുണ്ട്. കാരണം പൂഴി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
ആ 2 മാസവും കഴിഞ്ഞ് പിന്നീടും 2 മാസം പിന്നിട്ടു. ഇപ്പോൾ തൊഴിലാളികൾ യഥാർത്ഥത്തിൽ 4 മാസമായി ഒരു പണിയുമില്ലാതെ ഒരു വരുമാനവുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. തൊഴിലാളികൾ 16 രാവിലെ 9 വില്ലേജ് ഓഫീസുകൾ ഉപരോധിക്കും. നീലേശ്വരം വില്ലേജ് ഓഫീസ് ഉപരോധം കെ ബാലകൃഷ്ണൻ, ചെറുവത്തൂരിൽ മുനമ്പത്ത് ഗോവിന്ദൻ, ചീമനിയിൽ കരിമ്പിൽ കൃഷ്ണൻ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരത്ത് വ്യത്യസ്ത സംഭവങ്ങളിലായി 3 പേർ അറസ്റ്റ്. കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവിനെയും അടക്കമോഷ്ടിച്ച 2 പേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരത്ത് വ്യത്യസ്ത സംഭവങ്ങളിലായി 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ ഉപ്പള ഹിദായത്ത് നഗറിലെ മുഹമ്മദ് ഖനീഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കലിൽ നിന്ന് 70 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ രഹസ്യമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട്. യുവാക്കളെയും കുട്ടികളെയും മുന്നിൽ കണ്ടാണ് വിൽപ്പന നടത്തുന്നത്. നിരവധി സ്കൂൾ കുട്ടികൾ ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു സംഭവത്തിൽ അടക്കമോഷണ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൈവളികയിലെ ഹുസൈൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് കൂട്ടിയിരുന്ന അടക്കയാണ് മോഷണം പോയത്. പൈവളികയിലെ തന്നെ കെ നാരായണൻ, ശേഖരൻ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. ഹുസൈൻ മാസ്റ്ററുടെ പരാതിയിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനിശ്ചിതകാല പണിമുടക്കിന് തയ്യാറായി സ്വകാര്യ ബസ് മുതലാളിമാർ. ഒക്ടോബർ 28 മുതൽ കാസർഗോഡ് തലപ്പാടി റൂട്ടിൽ അനിശ്ചിതകാല പണിമുടക്ക്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണവുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന് സമാപനമായി. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF. ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി. മിനിമം കൂലിക്കായി തോട്ടം തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. ഉബൈദ് ഉയർത്തിപ്പിടിച്ച ബഹുസ്വരതയുടെ മൂല്യം തിരിച്ചുപിടിക്കണമെന്ന് പ്രൊഫസർ MA റഹ്മാൻ. ഉബൈദിന്റെ കൃതികൾ വിപണിയിൽ ലഭ്യമാക്കണമെന്നും റഹ്മാൻ മാസ്റ്റർ. അധികമായി ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന് ബീഡി തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.